ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സാധാരണ പോലെ സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടല്ല നമ്മളിപ്പം വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഫീഡിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഷോർട്ട് ഫിലിം, ഒരു ഹൊറർ ഷോർട്ട് ഫിലിം കിടന്ന് കളിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നത്. ഗ്രാനി. ഞാനിതിനു മുമ്പ് ഗ്രാനി ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞൊരു ഗെയിം കൊച്ചു കുട്ടികൾ കളിക്കുന്നത് നമ്മളെ ഓൺലൈനിൽ ഒരു ഗെയിം ഉണ്ട്. അത് മാത്രമേ ഒരു ഗ്രാനി എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുള്ളൂ. അതൊരു വിധം കോമഡിയാണ്. അപ്പോൾ ഇതും ഞാൻ ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് വെറുതെ ഇരുന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷേ 5 മിനിറ്റ് തന്നെ സംഭവം കൊളുത്തി. കൊളുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് പെർഫോമൻസ്. കെ പി എസ് സി ലീല. അതിലാകെ രണ്ടാൾക്കാരേ ഉള്ളൂ. KPSC ലീലയും റോണി എന്ന് പറഞ്ഞിട്ട് അവരെ ഹോം നേഴ്സായിട്ട് വരുന്നൊരു പയ്യനും. പയ്യന്റെ പെർഫോമൻസ് അതിന്റെ മുമ്പിൽ നിൽക്കൂല. എന്നാലും ഒപ്പിച്ച് ഫുൾ 40 മിനിറ്റ് കൊണ്ടുപോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മലയാളത്തിലുള്ള പല സിനിമകളും 3 മണിക്കൂറൊക്കെ വെച്ച് നീട്ടി ആൾക്കാരെ ഉപദ്രവിക്കുന്ന സിനിമകളായിട്ടാണ് പല സിനിമകളും. നേരെ മറിച്ച് ഒരു 40 മിനിറ്റിൽ ഒരു ക്രിസ്പ് സാധനം കൊണ്ടുവന്ന് തന്നിട്ട് എന്താ പറയണ്ടേ, ആ സമയം പോകുന്നത് നമുക്കറിയില്ല. 40 മിനിറ്റാണ്, 5 മിനിറ്റ് അല്ല. ചിലതൊന്നും 5 മിനിറ്റ് കൂടി കണ്ട് സഹിക്കാൻ പറ്റാത്ത സിനിമകളുണ്ട്. 40 മിനിറ്റിന്റെ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടൊക്കെ തീർത്തു. അതിന് റീസൺ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഈ KPSC ലീല എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ലെവല്ല. എസ്പെഷ്യലി ക്ലൈമാക്സിലല്ല, അവരുടെ ഇവര് ആക്ടിങ് ഗുരുവാണ്. ആ ആ ഒരു റേഞ്ച് കാണുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ക്ലൈമാക്സിലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം അത്രയും പെർഫെക്ഷനിലോട് കൂടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും ഇവരെ ഒരു മലയാള സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടേതായ ഒരു ഓർമ്മയിലേക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറൊന്നും എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. അടുത്ത കാലത്ത് കുറേ സിനിമകളിലെല്ലാം കണ്ടു മാഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ മനസ്സിലോട്ടേക്ക് എടുത്തു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്നെപ്പോലെ കുറേ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ അറിയുന്ന ആൾക്കാരും ഉണ്ടായേക്കാം. എന്താ പറയട്ടെ, എന്നാലും ഒരു ഒരു നല്ലൊരു വർക്കാണ്. ഭീകരമായിട്ടുള്ള കഥയും കാര്യങ്ങളൊന്നുമല്ല, അറ്റ്മോസ്ഫിയറിക് സംഭവങ്ങളെല്ലാം വെച്ചിട്ട് പിന്നെ ഈ പെർഫോമൻസും നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇതിൻ്റെ ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചീപ്പായിട്ടുള്ള ജംസ്കേഴ്സും പെട്ടെന്ന് കുറേ കോപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ അതൊന്നും അവർ വെച്ചിട്ടില്ല. ആ ഒരു ആക്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിലത്തെ ഓരോ എല്ലാവരും ശ്വാസത്തിൻ്റെ അത്രയും ചെറിയ നോയ്സസ് എല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ അനന്തരാമൻ അജയ്, അതാണ് ഡയറക്ടറിൻ്റെ പേര്. എന്തായാലും ഒരു നല്ലൊരു വാച്ച്. മലയാളത്തിൽ തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ വരാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. ഇതിലാണ് ഗ്രാനി ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ടൊന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് നിങ്ങളിത് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കൊണ്ട് തോന്നുന്നത്? ഓവർ റേറ്റഡ് ആണോ, ഓവർ ഹൈപ്പ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും മുകളിൽ പോയ ഒരു ഷോർട്ട് ഫിലിം ആണോ? അത്രയൊക്കെ ഉള്ളൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം ഗൈസ്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.